എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിലെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രൊമോയാണ് വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഫുള്ളും കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. ആൻ്റണി കുറേ നാളായിട്ട് സച്ചിയെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കുവാണല്ലോ. പക്ഷേ ഓരോ തവണയും സച്ചി എങ്ങനെയും അപകടത്തിൽ നിന്നും രക്ഷപ്പെടാറുണ്ട്. അങ്ങനെ സച്ചിയെ അപകടത്തിൽപ്പെടുത്തുവാൻ പുതിയ മാർഗം ആലോചിക്കുമ്പോഴാണ് അവിടേക്ക് ശ്രുതിയെ വരുന്നത്. ശ്രുതിയാണെങ്കിൽ ആൻ്റണിക്ക് കുറച്ച് കാശ് കൊടുക്കാനുണ്ടല്ലോ, അതിന് അവധി ചോദിക്കാനാവും ശ്രുതി വന്നിട്ടുണ്ടാവുക. ആദ്യം ശ്രുതിയോട് കാശ് ആവശ്യപ്പെട്ട് ദേഷ്യപ്പെടുന്ന ആൻ്റണി പിന്നീട് ശ്രുതിയിലൂടെ സച്ചിയെ അപകടത്തിൽപ്പെടുത്താൻ പ്ലാൻ ചെയ്യുന്നു. നിനക്ക് ഞാൻ അവധി അനുവദിച്ച് തരാം, പക്ഷേ പകരം നീ എനിക്കൊരു സഹായം ചെയ്യണം. അപ്പോൾ ശ്രുതി പറയുവാണ്, ഞാൻ എന്ത് വേണേലും ചെയ്യാം, പകരം എനിക്ക് കുറച്ച് ദിവസത്തെ കൂടി സാവകാശം തന്നാൽ മതി. തരാനുള്ള കാശ് ഞാൻ എങ്ങനെയും തന്നു തീർത്തിട്ടുണ്ടാവും. അങ്ങനെ ആൻ്റണി ആ അവസരം മുതലെടുക്കുവാണ്. അടുത്ത ദിവസം രാത്രി സച്ചിയുടെ വീട്ടിലെത്തുന്ന ആൻ്റണി ശ്രുതിയെ വിളിച്ചിട്ട് ആരും അറിയാതെ സച്ചിയുടെ കാറിൻ്റെ കീ എടുത്തു നൽകാൻ ആവശ്യപ്പെടുന്നു. ശ്രുതിക്കും സച്ചിയോടുള്ള ദേഷ്യം കാരണം കാറിൻ്റെ കീ എടുത്തു നൽകുന്നുണ്ട്. അങ്ങനെ ആൻ്റണിയും കൂട്ടരും കൂടി സച്ചിയുടെ കാറിൻ്റെ ബ്രേക്ക് വയർ കട്ട് ചെയ്ത് വിടുവാണ്. എന്നിട്ട് ശ്രുതിയാകട്ടെ ആരും കാണാതെ ആ കീ എടുത്തെടുത്ത് തന്നെ കൊണ്ട് തിരികെ വയ്ക്കുന്നു. അടുത്ത ദിവസം രാവിലെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന സമയത്ത് അറിയാതെ സച്ചിയുടെ കാറിൻ്റെ കീ എടുത്തുകൊണ്ടാവും പോവുക. എന്നാൽ ഇതറിയാതെ സച്ചിയും രേവതിയും കൂടി പുറത്തു പോകാൻ ഇറങ്ങുമ്പോൾ കാറിൻ്റെ കീ അവിടെ കാണില്ല. പിന്നീട് ശ്രീകാന്ത് വന്ന് കീ കൊടുത്തിട്ട് സോറി പറഞ്ഞ് പോയതിന് ശേഷം സച്ചിക്ക് പതിവ് കസ്റ്റമർ വിളിച്ച് ഒരു ട്രിപ്പ് ഓഫർ ചെയ്യാണ്. അങ്ങനെ രേവതി കൂട്ടാതെ സച്ചി ഒറ്റയ്ക്ക് കാറും എടുത്ത് പോവുകയാണ്. അങ്ങനെ പാതി വഴിയിലെത്തുന്ന സച്ചി കാറിന് ബ്രേക്ക് ഇല്ലാത്തത് കൊണ്ട് കാറ് നിർത്താൻ കഴിയാതെ വളരെയധികം വിഷമിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒന്ന് നിർത്താൻ ശ്രമിക്കുമ്പോൾ മുന്നിൽ സ്കൂൾ കുട്ടികളുമായി ഒരു ആട്ടോ വരുന്നത് സച്ചി ശ്രദ്ധിക്കുന്നു. ആട്ടോയിൽ ഇടിക്കാതിരിക്കാനായി പെട്ടെന്ന് കാറ് വളയ്ക്കുമ്പോൾ മുന്നിലുണ്ടായിരുന്ന ഒരു വാഹനത്തിൽ മുട്ടി കാറ് അവിടെ തന്നെ നിന്ന് പോവുകയാണ്. അങ്ങനെ അപകടത്തിൽ സച്ചിക്ക് എന്താ സംഭവിച്ചത് എന്നറിയാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ശേഷം എപ്പിസോഡ്സ് മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.